നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ബലസാരവക്ഷതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര പാർവതി അമ്മേ ഭഗവതിയെ നമോ നമ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമ. അയ്യപ്പസ്വാമിയെ നമോ നമ. ഓം ദുർഗാദേവിയെ ഭദ്രാദേവിയെ നമോ നമ. അന്നപൂർണേശ്വരി ദേവിയെ നമോ നമ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മെയ് മാസം മാറി ജൂൺ മാസമാകുമ്പോഴേക്കും ഭാഗ്യദായകമായ അനുഭവങ്ങൾക്ക് വീണ്ടും തുടക്കമിടുകയാണ്. വ്യാഴം അഥവാ ധനകാരകൻ, ഗുരുസ്ഥാനീയ ഗ്രഹവ്യവസ്ഥ, ബൃഹസ്പതി അനുഗ്രഹം നിലനിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. 2026 ജൂൺ 2 വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ജ്യോതിഷപരമായി വളരെ ഭാഗ്യദായകമായ അനുഭവമാണ്. തീർച്ചയായും 12 രാശിക്കാർക്കും അതിൻ്റേതായ ഭാഗ്യങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. എങ്കിലും പ്രധാനമായും 6 രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ നല്ല അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് ഈ കാലയളവിൽ വ്യാഴം വളരെ ശക്തനായി നിലനിൽക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം വന്ന് നിറയുന്ന നക്ഷത്ര രാശിക്കാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റേതായ ഉദയം തീർച്ചയായും ഉണ്ടാവും. ആഭരണാദികൾ, വസ്ത്രം, വാഹനം, പുതിയ വീട് വയ്ക്കൽ, മംഗളകരമായിട്ടുള്ള ഐശ്വര്യപരമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് സാക്ഷ്യം വഹിക്കൽ, വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് അതിന് പൂർത്തീകരിക്കുവാനുള്ള സാധ്യത, പ്രണയതലമൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൽ നിന്നും വിവാഹത്തിനുമുള്ള സാധ്യത തുടങ്ങിയവയൊക്കെ കാണുന്നുണ്ട്. വ്യാഴം എന്ന് പറയുമ്പോൾ ധനത്തിൻ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു നൽകുന്ന ഗ്രഹമാണ്. വിഷ്ണു ഭഗവാനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ കുബേര രാജാവിൻ്റെയും ഒക്കെ അനുഗ്രഹം വന്നു നിറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. സാധാരണയായി ജന്മരാശിയുടെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശുഭകരമായിരിക്കുന്ന ഫലങ്ങളാണ് വന്നു ചേരുന്നത്. 2026 ജൂൺ 2 ഈ രാശിമാറ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 രാശിക്കാർക്കും അനുഭവവേദ്യമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു പൂജ, അതുപോലെ പാൽപ്പായസ വഴിപാട്, ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ കദളി കുല സമർപ്പണം തുടങ്ങിയവയൊക്കെ ഭാഗ്യദായകമായ അനുഭവങ്ങളെ നേടിയെടുക്കുന്നതിന് കാരണമാകും. മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിഷ്ണുദേവനെ ആരാധിക്കുക തുടങ്ങിയവ ഭാഗ്യദായകങ്ങളായിരിക്കുന്ന അനുഭവ മുഹൂർത്തങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും.
എന്നാൽ ഇതിൽ പ്രധാനമായിട്ടുള്ള 6 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂർ. മേടക്കൂറുകാരുടെ വ്യാഴം 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. വീട്, വാഹനം, കുടുംബ ഐക്യം എന്നിവയ്ക്ക് വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ ഉണ്ടാകും വ്യാഴത്തിൻ്റെ 4-ാം ഇടത്തിലൂടെയുള്ള ഈ മാറ്റം. പൂർവ്വ സ്വത്തുക്കൾ ലഭിക്കാനും കുടുംബത്തിൽ ഏറെ സന്തോഷമുണ്ടാകുന്നതിനും വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം വളരെ അനുഗ്രഹദായകമാകും. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ ഐശ്വര്യപൂർണ്ണമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴി തുറക്കും. വിദ്യാഭ്യാസപരമായ മേന്മയുണ്ടാകും. തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതീ-യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് പോസ്റ്റ് തന്നെ ലഭിക്കും. സാമ്പത്തികമായ മേൽക്കോയ്മ ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവക്കൂർ. ഇടവക്കൂറുകാരിൽ വ്യാഴം 3-ാം ഇടത്തിൽ ചേരുന്നത് വലിയ ഭാഗ്യദായകമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. സഹോദരങ്ങളുമായുള്ള അടുപ്പം വർദ്ധിക്കും. സഹോദരന്മാരിൽ നിന്ന് ധാരാളം ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള അനുഗ്രഹമുണ്ടാകും. ചെറിയ ചെറിയ ദൂരദേശ യാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാകും. ആ ദൂരദേശ യാത്രകളിൽ നിന്ന് ഭാഗ്യദായകമായ അനുഭവങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഭാഗ്യദായകമായിരിക്കുന്ന മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന ഭാഗ്യ സമയം കൂടിയിട്ടാണ് വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള ഈ വരവ്. ഇടവക്കൂറുകാർക്ക് പൊതുവിൽ നേട്ടങ്ങളുടേതായിരിക്കുന്ന ഒരു അനുഗ്രഹ സായുജ്യം തീർച്ചയായിട്ടും ഈ അവസരത്തിലുണ്ടാകും. ഒരു 7 മാസക്കാലത്തോളം ഈ അനുഗ്രഹ വ്യവസ്ഥ നിലനിൽക്കുകയും ചെയ്യും. ഭാഗ്യക്കുറിയൊക്കെ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് വലിച്ചുവാരി എടുക്കാൻ നിൽക്കരുത്. 1-2 എണ്ണം വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ എടുക്കുക. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം മുക്കാൽ, തിരുവാതിര, പുണർദം പകുതി ചേരുന്ന മിഥുനക്കൂർ. മിഥുനക്കൂറുകാരുടെ 2-ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെതായിരിക്കുന്ന രാശിമാറ്റം സംഭവിക്കുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് വളരെ അനുകൂലവും ഭാഗ്യദായകവുമാണ്. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ഈ നക്ഷത്ര ജാതർ താമസിക്കുന്ന വീടിന് പോലും പ്രത്യേക അനുഗ്രഹത്തിൻ്റെതായിരിക്കുന്ന വൈഭവങ്ങൾ വന്നു ചേരും. ഈശ്വരന്മാരുടെ അനുഗ്രഹ പൂർത്തീകരണം തീർച്ചയായിട്ടും വലിയ നിലയിൽ തന്നെ മിഥുനക്കൂറുകാരായ നക്ഷത്ര ജാതരിൽ വന്നു ചേരും. അതുപോലെ തന്നെ മിഥുനക്കൂറുകാരായ നക്ഷത്ര ജാതർക്ക് സമൂഹത്തിൽ അവരുടെ വാക്കിന് വലിയ വിലയുണ്ടാകും. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മേഖലകളിലൊക്കെ ഉയർന്ന് പ്രവർത്തിക്കുവാനും നേതൃത്വ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരാനുമുള്ള ഭാഗ്യം ഇവരിലുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്കും യുവതീ-യുവാക്കൾക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം കൂടിയാണിത്. സാമ്പത്തിക വിധി നന്നായിട്ട് അനുഗ്രഹിച്ച് ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം വിഷ്ണുദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു നിറയുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യം തീർച്ചയായും അനുഭവിക്കാൻ യോഗ്യതയുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഭാഗ്യക്കുറി എടുത്തുകൊള്ളുക. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറ്. വ്യാഴം ജന്മരാശിയിൽ അഥവാ 1-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ പല വ്യവസ്ഥകളുടെയും തുടക്കങ്ങൾ വിധിപരമായി വന്നുചേരും. വ്യക്തിത്വ വികസനത്തിന് ഈ അവസരം വളരെ നല്ലതാണ്. സ്വഭാവ മഹിമ, അതുപോലെ കീർത്തിതമായിരിക്കുന്ന ജീവൻ വ്യവസ്ഥിതി ഒക്കെ ഈ രാശിക്കാരിലേക്ക് വരുന്നതിനായിട്ടുള്ള ഭാഗ്യമുഹൂർത്തം കൂടിയാണ് ഈ അവസരം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം തന്നെ കർക്കിടകം രാശിയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനപരമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള എല്ലാ അവസരങ്ങളും ഈ രാശിക്കാരിലുണ്ടാകും. ഞാനീ പറഞ്ഞതുപോലെ ഭാഗ്യക്കുറി വിദേശത്തും സ്വദേശത്തും താമസിക്കുന്നവർക്ക് ഭാഗ്യക്കുറിയിലൂടെയുള്ള ഭാഗ്യം ലഭിക്കുന്നതിനുള്ള അനുഗ്രഹ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്കും പഠന കാര്യങ്ങളിൽ മേന്മയുണ്ടാകും.
യുവാക്കൾക്ക് തൊഴിൽ പരമായിരിക്കുന്ന ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ഈ രാശിക്കാരായിരിക്കുന്ന തൊഴിലിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രമോഷൻ സാധ്യതകളുണ്ടാകും, ശമ്പള വർധനവുണ്ടാകും. സാമ്പത്തിക ഗതിവിഗതികൾ ഏതൊക്കെ തരത്തിൽ ലഭിക്കാമോ ആ തരത്തിലൊക്കെ കർക്കിടകം രാശി നക്ഷത്ര ജാതരുടെ കൈകളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറ്. വ്യാഴം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ലാഭസ്ഥാനമാണ്. ആഗ്രഹങ്ങൾ സഫലമാവുക, വരുമാനത്തിൽ വർധനവുണ്ടാവുക, പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുക തുടങ്ങിയവയൊക്കെ കന്നിക്കൂറുകാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ലാഭസ്ഥാനത്തായതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് മേഖലയൊക്കെ വളരെ വളരെ ഉയർന്നുയർന്ന് പോകും. പുതിയ ബിസിനസ് ബ്രാഞ്ചുകളൊക്കെ സ്ഥാപിക്കുവാൻ കഴിയും. വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പരീക്ഷകൾ പാസ്സാകാനും വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അനുമതി ലഭിക്കുകയും തൊഴിലും വിദ്യാഭ്യാസവുമായി മുന്നേറാനുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പഠന കാര്യത്തിലും തൊഴിൽ മേഖലയിലും ഒക്കെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. മഹാവിഷ്ണു ദേവൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും കുബേര രാജാവിൻ്റെയും ധനപൂർത്തീകരണ അനുഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥകൾ വന്നുചേരുന്ന രാശിയാണ് കന്നിക്കൂർ. കന്നിരാശി നക്ഷത്ര ജാതർക്ക് പൊതുവിൽ വളരെ ഭാഗ്യദായകമായ നിമിഷം തന്നെയാണ് വരാൻ പോകുന്ന 7 മാസ കാലയളവ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ചേരുന്ന വൃശ്ചികക്കൂറ്. വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഭാഗ്യദായകമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് വൃശ്ചികക്കൂറുകാർ പാത്രീഭൂതരാകും. ഉന്നത വിദ്യാഭ്യാസം, ആത്മീയപരമായ യാത്രകൾ, പിതൃഗുണം എന്നിവ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറെ പുരോഗമനമുണ്ടാകുന്ന സമയമാണ്. യുവാക്കൾക്ക് ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന തൊഴിൽ സാധ്യതയ്ക്കുള്ള സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റത്തിനും പ്രമോഷനും ശമ്പള വർധനവിനുമുള്ള സമയമാണ്. തീർച്ചയായും വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഭാഗ്യമായിരിക്കുന്ന സ്ഥാനത്തേക്ക് പലതുകൊണ്ടും നീങ്ങുവാൻ വൃശ്ചികക്കൂറുകാർക്ക് കഴിയും. പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനാദികൾ, അതുപോലെ ഉന്നത അധികാരികളുടേതായ പ്രശംസ, അവാർഡുകൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയേറെയാണ്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സമ്മാനങ്ങൾക്ക് സാധ്യതയേറുന്ന സമയമാണ്. അതുപോലെ കായിക രംഗത്ത് നിൽക്കുന്ന കന്നിക്കൂറുകാർക്ക് ഭാഗ്യദായകമായ നിമിഷമാണ്. ഗവൺമെൻറ് പോസ്റ്റിലൊക്കെ എത്തിച്ചേരാനുള്ള ഭാഗ്യം കായിക രംഗത്തിലൂടെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വ്യാഴം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഉയർച്ചയുണ്ടാകും, വിവര സാങ്കേതിക മേഖലകൾക്ക് ഉയർച്ചയുണ്ടാവും, ആത്മീയ മേഖലകൾക്ക് വളർച്ചയുണ്ടാവും. ഏത് രാശിയിൽപ്പെട്ട നക്ഷത്രജാതരാണെങ്കിലും തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ, മഹേശ്വര ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ, ഗണപതി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ, ഭഗവതി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ എന്നിവ കൊണ്ട് ലഭിക്കുന്ന ഭാഗ്യത്തിൻ്റെ ഉടമകളായി മാറും. ഈ 6 രാശി നക്ഷത്ര ജാതരെ അപേക്ഷിച്ച് ജീവിതത്തിൽ കുറേയൊക്കെ അനുഗ്രഹം ലഭിക്കും. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റേതായ ഈ കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം വളരെ ഭാഗ്യദായകമായി അനുഭവിക്കുവാൻ ഈ പറഞ്ഞ നക്ഷത്രജാതർക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും പ്രദാനം ചെയ്യണമേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.